കുട്ടികൾ എല്ലാവരും വിസിലടിക്കുന്നു. നമ്മൾ പൈസയില്ല കയ്യിലും ആ പാട്ടങ്ങൾ പാടും. നമ്മൾ രാവിലെ 9-4 പരിപാടിയാണ്. കോട്ടയത്തെ കഴിഞ്ഞ കോട്ടയത്തെ എറണാകുളം ഡയറ്റിലും മിക്ക ഡയറ്റിലൊക്കെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. പിള്ളേരെ പിള്ളേരോട് ഞങ്ങൾ കളിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു? കുട്ടി എന്ത് ചെയ്തു? നോട്ടുകൾ അങ്ങോട്ടും കൈമാറ്റം നടത്തുന്നു. അവസാനം നമ്മൾ വിസിലടിച്ച് നിർത്തും. കുട്ടി നോട്ടെണ്ണും. 2000 രൂപയ്ക്ക് ആരെങ്കിലുണ്ടോ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് കുട്ടി ഇവിടെ നിന്ന് ഓരോ നോട്ടുകൾ ടീച്ചറെ ക്ലാസ്സിലുണ്ടായിരുന്നു. കുട്ടി എണ്ണി തരും. 200 ഞാനിങ്ങനെ വാങ്ങിക്കും. 200 നമ്മൾ ആർപ്പിച്ച് പറയും. 500 അങ്ങനെ എണ്ണി കുട്ടി തന്നെ നോട്ടുണ്ട്. കളിക്കുന്നു, പഠനം രസകരമാക്കുന്നു. അങ്ങനെ കളിനോട്ട് കൊണ്ട് ഒരുപാട് കളികളുണ്ട്. ബാങ്ക് നമ്മൾ 10,000 രൂപ ഗ്രൂപ്പിന് കൊടുക്കുന്ന കളി നമ്മളെല്ലാം പറയാൻ സമയമില്ല. അപ്പൊ ഈ ഒരു മെറ്റില് അതേപോലെ ഇങ്ങനെ ഒരു സാധനം ഇതിന് 200 രൂപ 250 രൂപ കണ്ടുള്ളൂ. ഈ സാധനം നമ്മൾ വലിച്ചു കിട്ടുന്നു, പൂമ്പാറ്റി ഇരുത്തുന്നു, അതുപോലെ തന്നെ കഥകൾ പറയുന്നു. ഇങ്ങനെയൊക്കെ സാധാരണ കളി. കല്ലുകളി നമ്മളിവിടെ എപ്പോഴും തുടങ്ങിച്ചാണ് കല്ലുകളി. കല്ല് 2 ഗ്രൂപ്പായിട്ടിരിക്കുന്നു. കുട്ടികളായിരുന്നു കല്ല് വെച്ചുകൊണ്ട് വളരെ ഈസിയായിട്ട് കളിപ്പിക്കാം. നമ്മൾ പച്ചക്കറികളുടെ പേര് പറയുമ്പോൾ ആ പഴത്തിന്റെ പേര് വെച്ചാൽ കല്ലെടുക്കണം. 17 പോയിന്റ് കിട്ടും. കുട്ടി കളിക്കുന്നു. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ജയിച്ചവർക്ക് നമ്മൾ ആവർത്തിക്കുന്നു. 17 പോയിന്റ്. 2 പ്രാവശ്യം ജയിച്ചവർക്ക് 34 പോയിന്റ്. കുട്ടിയോട് ചെറിയ എങ്ങനെയാ കൂട്ടിയത്? അപ്പം പറയും 17. അപ്പൊ ഞാനൊരു 10 കൂട്ടി മാറ്റി. അപ്പൊ 27. പിന്നെ ഒരു 3 കുട്ടിയുടെ പറഞ്ഞ കാര്യമാണ്. എന്നെ എങ്ങനെയാ 34 കൂട്ടിട്ട് അവൻ പറഞ്ഞതാണ്. 17 10 കൂട്ടി. അപ്പൊ 27 പിന്നെ ഞാനൊരു 3 കൂട്ടി. അപ്പൊ 30 34 ഇതിനെ കൂട്ടും. നമ്മൾ കൂട്ടുന്നവരല്ല. പലഹാരങ്ങളുടെ പേര് ലഡു, ജിലേബി, ഉണ്ണിയപ്പം, മച്ചപ്പം, കൊഴപ്പം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. ആ പിള്ളേർക്ക് കല്ലെടുക്കും. നമ്മളെന്ത് ചെയ്യും? നമ്പർ മാറ്റി. അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ഗ്രഥിതമായി എന്താണ് പഴങ്ങൾ പഠിക്കുന്നു. അപ്പോഴാണ് ഇവൻ പഴത്തിലേക്ക് പഴമാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ രസകരമായ ഒരുപാട് കളികളുണ്ട്. അതേപോലെ ഈ ജിയോ ബോർഡ് 3-ലും 4-ലും ഓൺലൈനിൽ നിസ്സാര പൈസ കിട്ടുന്ന സാധനമാണ് ജിയോ ബോർഡ്. ജിയോ ബോർഡ് ഓൺലൈനിൽ കിട്ടും. പിന്നെ ലിങ്ക് കൂടി നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടാം. ചെറിയ പൈസക്ക് കിട്ടുന്ന മീഷോയിലും അതിലൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു സാധനം ഇതിന്റെ പേര് ടാൻഗ്രാമുകൾ ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനെ ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം TTC പോയിട്ട് ഇതിലൊരു 3-ാമത്തെ പൂച്ച ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ല. വലിയ പാടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. കുട്ടിയുടെ ചിന്താശേഷി വളർത്താവുന്ന ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ്. എല്ലാ ജീവികളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ജിയോ ബോർഡിൽ ഇതിന്റെ സെറ്റ് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ചെറിയ പൈസക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതെന്ത് ചെയ്യണം? 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. LSSന്റെ ചോദ്യം ഈ ടാൻഗ്രാമിൽ എത്ര രൂപങ്ങളുണ്ട്, എത്ര ചതുരമുണ്ട്, എത്ര സാമാന്ത്രികം ഉൾപ്പെടെയുണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം സാധനങ്ങളുണ്ട്. അതേപോലെ ഈ സാധനം ഇത് എന്താണ്? കമ്പുകൾ കൊടുക്കും കുട്ടികൾക്ക്. കമ്പുകൾ ചിക്കനൊക്കെ കുത്തിരിക്കുന്ന സാധനമാണ്. ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ 1-ാമത്തെ യൂണിറ്റിൽ 7-നെ 9 ആക്കാൻ എത്ര കമ്പ് വേണം? തീപ്പെട്ടിക്കോൾ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഒരേ വലിപ്പമുള്ള 3 ത്രികോണം ഉണ്ടാക്കാൻ കുറഞ്ഞത് എത്ര കമ്പുകൾ വേണം? അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? ഉണ്ടാക്കൽ തുടങ്ങും. അതുപോലെ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ഈ കമ്പുകൾ കുട്ടി എത്ര കമ്പ് വയ്ക്കും? 1, 2, 3, 4, 5, 6 കമ്പ് വയ്ക്കും. 2 പ്രാവശ്യം നനക്കാൻ പോകും. 2 കമ്പ് മാത്രം എടുത്ത് 2 ചതുരം മാത്രം മതി. നമുക്കൊന്ന് ഈസിയാണ്, പക്ഷെ ഭയങ്കര പാടാണ്. കുട്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ കമ്പെടുക്കൽ വിടും. കമ്പ് ബാക്കിയൊന്നും വരാൻ പാടില്ല. ചോദിക്കട്ടോ, 2 കമ്പ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഒരു ചതുരം കൂടി കേട്ടോ. ബോർഡിൽ തലത്തുണ്ടാണ്. 2 കമ്പ് മാറ്റിക്കൊണ്ട് 2 ചതുരം ഉണ്ടാക്കും. വലിയ പാടം ഉണ്ടാക്കാം. ഇവിടെ നിന്ന് പിള്ളേരൊക്കെ മാറ്റി. പക്ഷെ അപ്പൊ അങ്ങനെ കുട്ടിയെ ചിന്തിപ്പിക്കാന്നുള്ളതാണ്. അതുപോലെ 5 ത്രികോണം, ഒരേ വലിപ്പമുള്ള 5 ത്രികോണം. കേട്ടത്തിന്റെ ഒരു ചോദ്യമായിരുന്നു. ഒരേ വലിപ്പമുള്ള 5 ത്രികോണം ഉണ്ടാക്കാൻ കുറഞ്ഞത് എത്ര വരകൾ വേണം? കേട്ടത്തിന് അങ്ങനെ ചോദിച്ചു. വരകൾ വേണം. അപ്പൊ നമ്മളിവിടെ കമ്പ് കൊടുക്കണം. കുട്ടിക്ക് മൂർത്തമായ ഒരു സാധനം കൊടുക്കും. ചിത്രത്തിന് മുമ്പ് നമ്മളെന്താ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂർത്തമായ സാമഗ്രി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാം നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, കുറേ പുസ്തകങ്ങളുടെ ആളുകൾക്ക് കൊടുക്കാനായി നമ്മുടെ നൂതനാശയ സംഗമത്തിലെ ഒരു 205 പേരുള്ള പുസ്തകങ്ങൾ നമ്മൾ ബാഗിൽ സ്ഥലം കൊള്ളാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ അബാക്കസ് എല്ലാ ക്ലാസ്സിലും ഈ സാധനം വേണം. ഞാൻ ഈ TTC കുട്ടികളോട് വെച്ചു 18 മുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 18 മുത്തുകൾ കൊണ്ട് ഈ അബാക്കസ് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എത്ര? ഒരു 70% ഉണ്ടാക്കി ഒരു തെറ്റ്.
18 കുട്ടികൾ കൊണ്ട് ഈ അബാക്കസ് ഉണ്ടാക്കാവുന്ന ചെറിയ 4 അക്ക സംഖ്യ. ഇതേപോലെ 18 മുത്തും കൊടുക്കും. LSSന്റെ ചോദ്യമാണ്. അല്ലാതെ ടീച്ചർ പടം വരച്ച് കാണിക്കുന്ന ഒരു കുട്ടി മുത്തിട്ട് നോക്കും. ഈ അബാക്കസിന്റെ ഈ കമ്പിക്ക് നിസ്സാര പൈസ കൊടുക്കും. എന്റെ വീട്ടിൽ ഒത്തിരി ചേർന്ന ഒരു ആലയുണ്ട്, ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നതാണ്. ഈ പട്ട, ഇത് വലിയ പട്ട വേണ്ട, ചെറിയ പട്ട മതി. ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യണം? ഈ അബാക്കസ് വേണം. അബാക്കസ് ഇല്ലാത്ത 2 ചാപ്റ്റർ ഉള്ളൂ പഠിപ്പിക്കാൻ. നമ്മുടെ ക്ലാസ്സിൽ ഓരോ അബാക്കസോട് പറഞ്ഞിട്ടുണ്ടാവും, ശരിയായിരിക്കും. പക്ഷെ എല്ലാ കുട്ടികളുടെ കയ്യിൽ എന്ത് വേണം? അബാക്കസ് വേണം. അബാക്കസിന് ഒരു പൈസ, ഒരു കമ്പി വാങ്ങിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് LSSന്റെ ചോദ്യങ്ങൾ, CM കിഡ്സിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തുണ്ട്? മെറ്റീരിയൽ ഉണ്ട്, മൂർത്തമായ സാമഗ്രിയുണ്ട്. അതില്ലെങ്കിലാണ് ചിത്രീകരണത്തെ കുറിച്ച് ചിന്തിക്കാം, കളികളെ കുറിച്ച് ചിന്തിക്കാം, വർഷങ്ങളെ കുറിച്ച് ചിന്തിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന അധ്യാപകൻ ക്ലാസ് റൂമിൽ സാമഗ്രികളില്ലാതെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിരിക്കും എന്ന കാര്യം ഓർക്കണം. നമ്മൾ UP ടീച്ചർമാരെ, ഹൈസ്കൂളിലെ ടീച്ചർമാരെ, ഇപ്പൊ വെക്കേഷനൊക്കെ ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ 9ാം ക്ലാസ്സിലെ ടീച്ചർമാർ ഉഷ്ണിക്ക് അയച്ചു കൊടുത്തത് അല്ലെ. 7 HM രാവിലെ 7 മണി 10 മണി എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളിൽ HM പറഞ്ഞിട്ട് എല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പറയും, ഈ 10ലെ ടീച്ചർ 9ലെ ടീച്ചർ പറയും, 9ലെ ടീച്ചർ അവസാനത്തെ 13 അവസാനം KGയിലെ ടീച്ചറെ നമ്മൾ ടീച്ചറൊക്കെ പറഞ്ഞ് അവസാനം അവരുടെ തലയിൽ വെച്ച് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു പ്രധാന 4ാം ക്ലാസ് കഴിയുമ്പോൾ എഴുത്തും വായനയും ഉറക്കണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലെ അടിസ്ഥാന ശേഷികളും ഉറക്കണം. നമ്മുടെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കൂടിയിരുന്ന നമ്മുടെയൊക്കെ ഒരു ഗുരു എന്ന് പറയുന്നത് ശ്രീ വിശാഖ് മാഷും ഉൾപ്പെടെയുള്ള നമ്മുടെ ഇതിനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ക്ലബിന്റെ ഭാഗമാണ് എറണാകുളത്ത് വന്നിട്ടുള്ള. ഇതിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ജിനു ഇവിടെ ഉണ്ട്. ലോണ്ടറി സ്കൂളിൽ നിന്ന് PSC കിട്ടി. ഇടുക്കിയിലെ ലോണ്ടറി സ്കൂളിൽ ഞങ്ങൾ പോയി. തമിഴ് കുട്ടികൾ പഠിക്കുന്ന പാവങ്ങൾ, അരിമാവങ്ങൾ കുട്ടികൾ. കാരണം നമുക്ക് സങ്കടം വരും, അവരുടെ മുഖം ലഭിച്ചില്ലേ അല്ലേ? ജിനോൻ സാറിനോട് ചോദിച്ചാൽ മതി, സങ്കടം വരും നമുക്ക്. അവരുടെയൊക്കെ മുഖത്ത് കുടിക്കാത്ത, ചിലപ്പോൾ മുടി ഇല്ലാത്ത അല്ലേ. അവരൊക്കെ ആ വീടുകളിലൊക്കെ പോയി വീഡിയോ കഴിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയുടെ വിജയം കഴിഞ്ഞ അവിടെ ചോക്കുമടിയിൽ വടകരയിൽ ജിനു സാർ അവതരിപ്പിച്ചാണ് നമ്മുടെ ഒരു മലയാളത്തിന്റെ ഒരു സംഭവം അല്ലേ. എനിക്കത് സങ്കടം ആ പിള്ളേരെ കാണുമ്പോൾ. കുടികളിലും തേയിലത്തോട്ടങ്ങളും. എൻ്റെ വൈഫ് പഠിക്കുന്ന സ്കൂളുണ്ട്, ചിത്രവനം ഹൈസ്കൂളിലെ ടീച്ചറാണ് നമ്മുടെ ഇടുക്കിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയി. 100 പിള്ളേരുടെ 1ാം ക്ലാസ് മുതൽ അവിടെ ഒരു ഓർഫനേജിൽ അച്ഛനും അമ്മ ഇല്ലാത്ത കുറേ കുഞ്ഞുങ്ങൾ. അവിടെ വൈഫ് ഇന്ത്യൻ ടീച്ചറാണ്. അപ്പൊ ഞങ്ങളവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു ആവശ്യം താമരാന്ന് എഴുതാനൊക്കെ പറ്റുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു പാക്കേജ് നമ്മൾ